യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഇന്ന് അച്ഛൻ പങ്കുവയ്ക്കുന്ന വാഗ്ദത്ത വചനം ദൈവത്തിൽ നിന്നും എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാമെന്ന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഉപദേശമാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ, അവൻ പറയുന്ന കേൾക്കുവിൻ. ഈ വചനം നമുക്കറിയാം. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുന്നതാണ്. ഓർക്കാ പ്രിയമുള്ളവർ, വീഞ്ഞു തീർന്നില്ലേ? ഒരാളും വന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ല, ഈശോയോട് പറയാൻ പറഞ്ഞില്ല. പക്ഷേ ആ ജീവിതത്തിൻ്റെ കുറവുകൾ എന്തെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. ഇതാണ് പ്രിയമുള്ളവരെ ഈ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പ്രധാന നിർദ്ദേശം അത് തന്നെയാണ്. അതാണ് ഇന്ന് അച്ഛന് നിങ്ങളുമായി പറയുവാനുള്ളതും. യേശുവിനോടുള്ള ഒരു സമ്പൂർണ്ണ അനുസരണം, ദൈവത്തെ അനുസരിക്കുക. രണ്ടാമത്, അവൻ്റെ ദൈവിക അധികാരത്തെ അംഗീകരിച്ച് ചേർന്ന് നിൽക്കുക. അവൻ്റെ എല്ലാ കൽപ്പനകളും വിശ്വസിക്കാനും പിന്തുടരുവാനും പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള നിമിഷങ്ങളിലെ കടന്നു പോകുമ്പോഴും ഈശോ പറയുന്നത് കേൾക്കുമ്പോൾ, ഈശോ പറയുന്നത് നാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ മനോഭാവത്തോടുകൂടി യേശു പറയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, അമ്മ നമ്മെ സഹായിക്കുന്നു. അവൻ പറയുന്നു കേൾക്കുവിൻ. ദൈവഹിത മനസ്സ് ജീവിക്കുവാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും സാക്ഷിയാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ നിയോഗങ്ങളെല്ലാം വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.